ഹായ് ഗേസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തേതൊരു ഇൻഫോർമേഷൻ വീഡിയോ ആണ് കേട്ടോ. 6 മാസത്തിലധികമായി പ്രവാസിയായിട്ടുള്ള ഒരാളാണോ നിങ്ങൾ? അതുമല്ലെങ്കിൽ 2 വർഷത്തിലധികമായി കേരളത്തിൽ നിന്നും മാറി ഇന്ത്യക്കകത്ത് ജോലി ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നോർക്ക ID കാർഡിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പ്രവാസിയാണെങ്കിൽ നോർക്ക പ്രവാസി ID കാർഡും, അതല്ല നോൺ റെസിഡൻറ്റ് കേരള NRK ആണെന്നുണ്ടെങ്കിൽ NRK ID കാർഡ്സും നമ്മൾ സ്വന്തമാക്കിയിരിക്കണം. നമ്മുടെ കേരള ഗവൺമെൻറ് നമുക്ക് നൽകുന്ന ഒരു ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡാണ് ഈ നോർക്ക ID കാർഡ്സ്. അതിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് 5 ലക്ഷം രൂപയോളം പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുപോലെ പാർഷ്യലായിട്ടുള്ള ഏതെങ്കിലും ഡിസേബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ വരെയും ഇതിനകത്ത് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പ്രവാസി ID കാർഡിന് വേണ്ടിയുള്ള യോഗ്യതകളും അതുപോലെ തന്നെ വേണ്ട ഡോക്യുമെൻറ്റും എന്തൊക്കെയാണെന്ന് നോക്കാം. യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയസ്സ് 18നും 70 വയസ്സിനും ഇടയിലായിരിക്കണം. നമ്മൾ 6 മാസത്തിന് മുകളിൽ വിദേശ രാജ്യത്ത് ജോലി ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ റെസിഡൻ്റ് ആയിരിക്കണം. ഇനി ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, അതുപോലെ അഡ്രസ്സുള്ള പേജ്, ഈ 2 പേജും വേണം. അതുപോലെ തന്നെ സിഗ്നേച്ചർ വേണം. അതുപോലെ വേണ്ട സാധനമാണ് വിസ പേജ്. ഇത്രയും ആണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ്. പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇതിന് വ്യക്തമായിട്ടുള്ള സൈസുകളുണ്ട്. നിങ്ങൾ നോർക്ക റൂട്ട്സിൻ്റെ ഡയറക്റ്റ് സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവും. PDF JPG ഫോർമാറ്റിലാണ് ഇവർ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഫീസായിട്ട് നമ്മളോട് ചോദിക്കുന്നത് 408 ഇന്ത്യൻ രൂപയാണ് ചോദിക്കുന്നത്. 3 വർഷത്തേക്കാണ് നമുക്ക് ഈ ID കാർഡ് കിട്ടുക. അതിനകത്ത് ഈ പറയുന്ന ഇൻഷുറൻസും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. കാലാവധി പൂർത്തിയാവാൻ 3 വർഷമാണ് പറഞ്ഞു. ഈ 3 വർഷം പൂർത്തിയാവുന്നതിന് 3 മാസം മുമ്പ് മുതൽ നമുക്ക് നമ്മുടെ ഈ ID കാർഡ് റിന്യൂ ചെയ്യാവുന്നതാണ്. റിന്യൂ ചെയ്യുന്ന സമയത്തും ഇതുപോലുള്ള ഡോക്യുമെൻറ്റ്സ് അത്യാവശ്യമാണ് കേട്ടോ. അപ്പം 3 മാസം മുന്നേ റിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു വിസ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് NRKയുടെ കാര്യം വരുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. NRKയിലും വയസ്സ് 18 മുതൽ 70 വയസ്സ് വരെയാണ് നമ്മുടെ പ്രായപരിധി വേണ്ടത്. അതുപോലെ നമ്മൾ ഏത് സംസ്ഥാനത്താണോ താമസിക്കുന്നത് ആ സംസ്ഥാനത്ത് താമസക്കാരനാണെന്ന് തെളിയിക്കുന്ന ഒരു ഡോക്യുമെന്റ്, ഗവൺമെന്റ് ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആധാർ കാർഡ്, ഫോട്ടോ, ഈ പറഞ്ഞ പോലെ സൈൻ. പിന്നെ നമ്മുടെ ഈ പേയ്മെന്റിന് വ്യത്യാസമില്ല. 3 വർഷത്തേക്കുള്ള ഈ ID കാർഡിന്റെ റേറ്റ് നമുക്ക് 408 രൂപ തന്നെയാണ്. അതും ഈ പറഞ്ഞ പോലെ 3 മാസത്തിന് മുന്നേ, തീരുന്നതിന് 3 മാസം മുമ്പേ നമുക്ക് റിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന പുതിയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി കൂടിയുണ്ട്, നോർക്ക കെയർ എന്ന് പറഞ്ഞിട്ട്. നോർക്ക ID കാർഡുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോർക്ക കെയർ എന്നുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ഇന്ന് സെപ്റ്റംബർ 22, 2025 നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 22 വരെ നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാവാൻ സാധിക്കും. നവംബർ 1 മുതലാണ് ഇത് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ആവുക. നമ്മുടെ പോളിസി സ്റ്റാർട്ട് ആവുന്നത് നവംബർ 1-ാം തീയതിയാണ്. ഇതിൻ്റെ പോളിസി എമൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരച്ഛൻ, അമ്മ, 2 മക്കൾ ഇങ്ങനെ അടങ്ങുന്ന ഒരു കുടുംബത്തിന് അച്ഛനോ അമ്മയോ ഒരാൾ NRI അതായത് നോൺ റെസിഡൻറ്റ് കേരള ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫാമിലിക്ക് വേണ്ടുന്ന ഇൻഷുറൻസ് എമൗണ്ട് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് വേണ്ടുന്ന എമൗണ്ട് 13,411 രൂപയാണ്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു അംഗത്തെ കൂടെ, ഒരു കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെയും കൂടെ ആഡ് ചെയ്യാനുള്ള ചാർജ് എന്ന് പറയുന്നത് 4,130 രൂപയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുടുംബത്തിന് ഒന്നാകെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഇതിൽ 5 ലക്ഷം രൂപയുടെ കവറേജ് ആണ് ലഭിക്കുക. അതുപോലെ തന്നെ ആക്സിഡൻ്റൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ വരെയുള്ള കവറേജും ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും. ഇനി ഒരാൾ മാത്രമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് നോക്കുന്നതുണ്ടെങ്കിൽ ആ ചാർജ് വരുന്നത് 8,101 രൂപയാണ്. 8101 അതാണ് ചാർജ് വരുന്നത്. ഈ പദ്ധതി പ്രകാരം കേരളത്തിലുടനീളം 500 ഹോസ്പിറ്റലുകളിലും ഇന്ത്യയിൽ ഒട്ടാകെയായിട്ട് 14,000 ഹോസ്പിറ്റലുകളിൽ നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് ആണ് ലഭിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, നേരെ നോർക്ക റൂട്ട്സിൻ്റെ സൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ആദ്യം തന്നെ നോർക്ക ID കാർഡ് എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ID കാർഡ് അപ്ലൈ ചെയ്യുക. ഇതിന് വ്യക്തമായിട്ടുള്ള സൈസുകൾ JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിലാണ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കേണ്ടത്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ സൈറ്റ് ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക.
അതല്ലാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ പോവുക, നിങ്ങളുടെ NRK ID കാർഡ്സ് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒക്ടോബർ 22 മുന്നേ ആയിട്ട് ഇതുപോലെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുത്തു വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ ബൈ.